സമൂഹത്തിലെ സമ്പന്നരുടെയും മുതലാളിമാരുടെയും സമ്പത്ത് സമൂഹത്തിൽ എല്ലാവർക്കും തുല്യമായി നൽകുക എന്ന കമ്മ്യൂണിസ്റ്റ് ആശയമല്ലേ ഇസ്ലാം പറയുന്ന ദാനധർമ്മം അഥവാ സക്കാത്ത് സമ്പ്രദായത്തെക്കാൾ വിശാലമായതും അനുകരിക്കാൻ എളുപ്പമുള്ളതും? സമൂഹത്തിലെ സമ്പത്ത് എല്ലാവർക്കും കൂടി വീതിച്ചു നൽകുന്നതല്ലേ ഇസ്ലാം പറയുന്ന ദാനധർമ്മത്തെക്കാളും സക്കാത്തിനേക്കാളും എല്ലാം നല്ല മാനവികമായ ആശയം? അല്ല എന്നാണ് ഒറ്റ വാക്കുള്ള ഉത്തരം. അത് കേവലം പൊട്ടത്തരം മാത്രമാകുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നമ്മളെ സമൂഹത്തിൽ തന്നെ ഉള്ള ഒരു അവസ്ഥ നിങ്ങൾ നോക്കുക. നമ്മളെ സമൂഹത്തിൽ തന്നെ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ. ഒരു വലിയ മുതലാളി മരണപ്പെടും. അയാളുടെ സ്വത്ത് സ്വാഭാവികമായിട്ടും ആൺകുട്ടികൾക്കിടയിൽ വളരെ ഈക്വലായിട്ട് ഭാഗിക്കപ്പെടും. ഈ 6 മക്കളുള്ളതിൽ 2 പേർ ആ സ്വത്ത് ഉപയോഗിച്ച് പണക്കാരാകുന്നു, 2 പേർ ആ സ്വത്ത് ഉപയോഗിച്ച് പഠിച്ച് അങ്ങനെ പോകുന്നു. ബാക്കി 2 പേർ ആ സ്വത്ത് ദൂർത്തടിച്ച് നാശമായി അവർ സമൂഹത്തിൽ തെണ്ടികളായി മാറുന്നു, അല്ലെങ്കിൽ സമൂഹത്തിൽ ആ രൂപത്തിലായി മാറുന്നു. ഇത് നമ്മൾ കാണുന്നതാ അല്ലെ? സ്വത്ത് എല്ലാവർക്കും ഇങ്ങനെ ഈക്വലായിട്ട് വീതിച്ചു കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. എല്ലാവരും ഒരേപോലെയാവുക എന്നുള്ളത് മനുഷ്യ സമൂഹത്തിൽ സാധ്യമല്ല. എങ്കിൽ എല്ലാവരും ഒരേ രൂപത്തിലാകേണ്ടിയിരുന്നു, എല്ലാവർക്കും ഒരേ ബുദ്ധി ഉണ്ടാകേണ്ടിയിരുന്നു, എല്ലാവർക്കും ഒരേ കഴിവുകൾ ഉണ്ടാകേണ്ടിയിരുന്നു, എല്ലാവർക്കും ഒരേ നീളം ഉണ്ടാകേണ്ടിയിരുന്നു, എല്ലാവർക്കും ഒരേ കോലം ഉണ്ടാകേണ്ടിയിരുന്നു. ഇതൊന്നുമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പ് എങ്ങനെയാണ്? പരസ്പരം വ്യത്യസ്തതകളിലാണ്. എല്ലാവരും എഞ്ചിനീയർമാരായാൽ, എല്ലാവരും ഡോക്ടർമാരായാൽ, എല്ലാവരും തൊഴിലാളികളായാൽ, അല്ല എല്ലാവരും മുതലാളിമാരായാൽ ഒന്നും ഈ സമൂഹം നിലനിൽക്കൂല. എല്ലാവരും മുതലാളിമാരായി എന്ന് വിചാരിക്കുക, എല്ലാവരും മുതലാളിമാരായി എന്ന് വിചാരിക്കുക. മുതലാളിയാകണമെങ്കിൽ മുതലുണ്ടാകണമല്ലോ. ആ മുതലാളിയാകണമെങ്കിൽ മുതലുണ്ടാകണമെങ്കിൽ തൊഴിലാളി വേണം. ആരെങ്കിലും തൊഴിലാളി ആയേ തീരൂ. അല്ലെങ്കിൽ അയാൾ തന്നെ പണിയെടുത്ത് ഇത് അങ്ങനെ ചെയ്യാണ് എങ്കിൽ അത് മുതലാളിയാവില്ല. അപ്പോ ഞാൻ പറയുന്നത് വളരെ സരളമാണ്. എല്ലാവരും ഒരേപോലെയാവുക എന്നത് മനുഷ്യ സമൂഹത്തിൽ ഒരിക്കലും നടപ്പില്ല. അപ്രായോഗികമായ സിദ്ധാന്ത. അതുകൊണ്ട് തന്നെയാണ് ഈ അപ്രായോഗികതയ്ക്ക് വേണ്ടി അപ്രായോഗികത പ്രയോഗവൽക്കരിക്കാൻ പരിശ്രമിച്ചതാണ് കമ്മ്യൂണിസ്റ്റ് ദർശനത്തിന്റെ പരാജയം. ആ ദർശനത്തിന് സൗന്ദര്യമില്ലാത്തതുകൊണ്ടല്ല, ദർശനം സുന്ദരമാണ്, കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം ആകർഷകമാണ്. പക്ഷേ അത് മനുഷ്യ സമൂഹത്തിൽ പ്രായോഗികമല്ല. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തതകളെ ഉൾക്കൊണ്ടുകൊണ്ട് പാരസ്പര്യത്തോടുകൂടി നിലനിൽക്കാൻ മനുഷ്യ സമൂഹത്തിന് കഴിയണം. എഞ്ചിനീയറും ഡോക്ടറും തൊഴിലാളിയും മുതലാളിയും എല്ലാമുള്ള സമൂഹത്തിനെ നിലനിൽക്കാൻ കഴിയൂ. ആ സമൂഹത്തിൽ പാരസ്പര്യം ഉണ്ടാകണം, മ്യൂച്വാലിറ്റി ഉണ്ടാകണം. അവിടെ സ്വാഭാവികമായും പ്രയാസപ്പെടുന്നവനുണ്ടാകാം. ആ പ്രയാസപ്പെടുന്നവനെ സമൂഹം സപ്പോർട്ട് ചെയ്യണം. അവിടെയാണ് ഇസ്ലാമിന്റെ സക്കാത്ത് സമ്പ്രദായത്തെ പോലെയുള്ള കാര്യങ്ങൾ കടന്നു വരുന്നത്. അല്ലാതെ സക്കാത്ത് എന്നും ഇങ്ങനെ ഒരു കൂട്ടർ കൊടുക്കുകയും വേറൊരു കൂട്ടർ വാങ്ങുകയും ചെയ്യാന്നല്ല. സക്കാത്ത് ഒരു സാമൂഹ്യ സംവിധാനമാണ്. സമൂഹം സക്കാത്ത് പിരിച്ചെടുക്കുകയും സമൂഹത്തിലെ പ്രയാസപ്പെട്ടവർക്ക് നൽകുകയും, അതില്ലെങ്കിൽ പ്രയാസപ്പെട്ടവരില്ലെങ്കിൽ മറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് സക്കാത്തിന്റെ രീതിശാസ്ത്രം. മറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് സക്കാത്തിന്റെ വിഷയത്തിൽ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വശമാണ്. ഞാൻ പറയുന്നത് അവിടെയെല്ലാം എന്താണ്, സ്വാഭാവികമായും സമൂഹത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ടാകാം. അത് പല കാരണങ്ങളാൽ ഉണ്ടാകാം. ജന്മനായുള്ള വൈകല്യമാകാം കാരണം, രോഗമാകാം കാരണം, അനന്തരാവകാശികൾ ഇല്ലാത്തതാകാം കാരണം, വാർദ്ധക്യമാകാം കാരണം. ഇങ്ങനെ പല കാരണങ്ങളാൽ അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് ആ അവശതയുടെ രംഗത്ത് സപ്പോർട്ട് ചെയ്യുക സാമൂഹിക ബാധ്യതയാണ്. ആ സാമൂഹിക ബാധ്യത നിർവഹിക്കാൻ പണക്കാരൻ തന്റെ സ്വത്തിന്റെ ഒരു ശതമാനം അതിനു വേണ്ടി നീക്കിവെക്കണം. ഇതാണ് സാമൂഹ്യമായി പ്രായോഗികമായ തത്വശാസ്ത്രം. അതോടൊപ്പം തന്നെ മുതലാളിയും തൊഴിലാളിയും പണക്കാരനും പണിക്കാരനും സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ തുറകളിൽ പ്രവർത്തിക്കുന്ന ആളുകളും അവരുടെ ബാധ്യതകൾ നിർവഹിക്കണമെന്ന് കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്തു ഇസ്ലാം. ഓരോ രംഗത്തും മുതലാളിയോട് പറഞ്ഞു, തൊഴിലാളിക്ക് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം. തൊഴിലാളിയോട് അത് നിശ്ചയിച്ച കൂലി അവന് പിന്നീട് കുറക്കാൻ പാടില്ല. നേരത്തെ തന്നെ കൂലി നിശ്ചയിച്ച് ആ കൂലി പിന്നീട് കുറക്കാൻ പാടില്ല.
അതോടൊപ്പം തൊഴിലാളിയോട് പറഞ്ഞു, തൊഴിലിൽ ആത്മാർത്ഥത വേണം, തൊഴിലിൽ കള്ളത്തരം കാണിക്കാൻ പാടില്ല. ഇത് രണ്ടും നിലനിൽക്കുമ്പോഴാണ് സമൂഹത്തിനെ പൂർണ്ണമായി ഒരു നല്ല രൂപത്തിലുള്ള ഒരു സാമൂഹ്യ സംവിധാനം നിലവിൽ വരൂ. അതാണ് ഇസ്ലാമിന്റെ പ്രായോഗികമായ സിദ്ധാന്തം. മറ്റേതാകട്ടെ ഉട്ടോപ്യനാണ്, ഒരിക്കലും പ്രയോഗതലത്തിൽ വരുത്താൻ കഴിയാത്ത കേവല സാങ്കല്പികമായ ഒരു സിദ്ധാന്തം.